വേറൊന്നുമില്ല. എല്ലാവരും കൂടെ ബാക്കിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും എടുക്കാപ്പാ. ബാക്കിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും എടുക്കാപ്പാ. അവിടെ നിന്ന് കുറച്ച് ബാക്ക് ഇറക്കടാ. बहुत भारी है. മൈക്ക് ഐഡി കുറച്ച് ബാക്ക് വാ. അതെ 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 നല്ല അടിപൊളി ഗെയിമായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ അല്ലേ? പക്ഷേ എങ്കിൽ ഞാൻ വലിയൊരു ഗെയിമറൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് ഗെയിം കളിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണോ പുറത്ത് അതുപോലെയാണ് അവിടെ നിന്നത്. ഒരു കാര്യം ഞാൻ കയറിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അച്ചമില്ലേ അച്ചമില്ലേ അച്ചം என்பதில்லையே ഇച്ച കൊണ്ട പോലെല്ലാം തോற்று വിട്ട പോതിലും അച്ചമില്ലേ അച്ചമില്ലേ അച്ചം என்பதில்லையே ഉച്ച മീത് വാണിടുന്ന് വീഴുകിன்ற പോതിലും അച്ചമില്ലേ അച്ചമില്ലേ അച്ചം என்பதில்லையே. എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെന്ന് വെച്ചാൽ ഞാൻ റോക്കി കരഞ്ഞ് മെഴുകി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കാണുന്നുണ്ട്. ഞാൻ കരഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 6 വർഷം കാത്തിരുന്ന് എനിക്ക് കിട്ടിയൊരു അവസരം എനിക്ക് മിസ്സായി. അത് ഒരാളുടെ ആക്ട് കൊണ്ടോ ഒരാളുടെ ആക്ഷൻ കൊണ്ടോ എൻ്റെ റിയാക്ഷൻ എവിടെയോ പോയി എനിക്ക് മിസ്സായി. അതോർത്തിട്ട് ഞാൻ കരഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ സിജോയെ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടു. അങ്ങനെ ഒരാളിനെ പുറത്ത് കൈ വെക്കേണ്ടി വന്നതിലുള്ള വിഷമം കൊണ്ടും അതുമല്ല അയാൾക്കും വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, കൂട്ടുകാരുണ്ട്, അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ഓർത്തിട്ടുമാണ് റോക്കി കരഞ്ഞത്. അല്ലാതെ റോക്കി പേടിച്ചിട്ട് കരഞ്ഞതല്ല. റോക്കി എന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ വേണ്ടിയിട്ട് റോക്കിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. റോക്കി എങ്ങനെയാണ് ഇവിടെ അതുപോലെയാണ് അവിടെയും. പിന്നെ സിനിമയിലെ റോക്കി ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറയുമ്പോഴത്തേക്ക് ആക്ഷൻ കാണിക്കും, കട്ട് പറയുമ്പോൾ കട്ടാവും. റിയൽ റോക്കിക്ക് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഒന്നും വേണ്ട. ഓൾവേസ് റോക്കി ഗോയിങ് ഓൺ ആക്ഷൻ. ഓക്കെ, ഒരുപാട് പറയാനുണ്ട്. 2 ദിവസമായി ഉറങ്ങിയിട്ട് നമുക്ക് റിയലി താങ്ക് യു സോ മച്ച് എല്ലാവർക്കും എൻ്റെ നന്ദി. പിന്നെ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടിന് അതുപോലെ തന്നെ കേരളത്തിലുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പിന്നെ മിസ്റ്റേക്ക് പറ്റും, മനുഷ്യനാണല്ലോ. മനുഷ്യനാകുമ്പോഴത്തേക്കും മിസ്റ്റേക്ക് പറ്റാത്തതായിട്ട് അത് നിങ്ങൾ കാണുന്നല്ലോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ആണിൻ്റെ മീശ രോമത്തിലോ താടി രോമത്തിലോ പിടിച്ച് വലിക്കുക എന്നുള്ളത് അവനെ അപമാനിക്കുന്നതിനല്ല, അവനെ കൊല്ലുന്നതിന് തുല്യമാണ്. അപ്പം നിങ്ങളുടെ അല്ല അടിക്കേണ്ട അല്ല. അതെ 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 നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായമല്ല. റോക്കി അഭിപ്രായം പറഞ്ഞിട്ടേ ഉള്ളൂ. എന്നും എവിടെയും അഭിപ്രായം പറഞ്ഞിട്ടേ ഉള്ളൂ. അഭിപ്രായം പറയും. പക്ഷേങ്കിൽ എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം ഇപ്പോൾ. പ്രേക്ഷകരോട് I love you all. Okay. ഉറപ്പായിട്ട് തിരിച്ചു പോകേണ്ടി വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകും. അവർ വിളിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു പോകും. പിന്നെ ഞാൻ കളിയൊന്നും തുടങ്ങിയിട്ടില്ല. നിങ്ങളിപ്പോൾ കണ്ടതൊക്കെ